ഹായ് ഓൾ. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സംസ്കരിക്കുന്നതാണ് പതിവ്. ചില സന്ദർഭങ്ങളിൽ അത് ചിലപ്പോൾ 1-2 ദിവസം നീളുമായിരിക്കും. എന്നാൽ മരണപ്പെട്ടതിന് ശേഷം വർഷങ്ങളോളം അവരെ കൂടെ നിർത്തി ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബാംഗത്തെ പോലെ പരിചരിക്കുന്ന ഒരു ഗോത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആമസോൺ അല്ലെങ്കിൽ കോങ്കോ വനമേഖലയിലെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില ആദിവാസി സമൂഹത്തെക്കുറിച്ചൊന്നുമല്ല. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ഇന്തോനേഷ്യയിലെ സുലവേസി ഐലൻഡിലെ ടൊറോജോ ഗോത്രവർഗത്തെക്കുറിച്ചാണ്. ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ 100 കണക്കിന് എരുമകളെയും പന്നികളെയും ഒക്കെ ബലി നൽകേണ്ടതുണ്ട്. അതിനുള്ള പണം ആ കുടുംബം സമ്പാദിക്കുന്നതുവരെ ഈ മൃതദേഹത്തെ അവർ വീട്ടിൽ തന്നെ സൂക്ഷിക്കും. ഈ കാലയളവിൽ അവർ ആ മൃതദേഹത്തെ വസ്ത്രമണിയിക്കും, അതിന് ഭക്ഷണം നൽകും, അവരോട് സംസാരിക്കും, അവരോട് കൂടെ കിടന്നുറങ്ങുക വരെ ചെയ്യും. ആവശ്യത്തിന് പണം റെഡിയായി കഴിഞ്ഞാൽ വലിയ ചടങ്ങോടെ ഇവർ ആ മൃതദേഹത്തെ മലഞ്ചെരിവുകളിലെ പാറകൾ തുരന്ന് അതിൽ സംസ്കരിക്കും. സൗണ്ട്സ് വിയർഡ്, റൈറ്റ്? മൃതദേഹം അടക്കം ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിലൊരിക്കൽ ആ കല്ലറകൾ വീണ്ടും തുറക്കും. അതാണ് മനാനെ ഉത്സവം. പൊതുവെ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇത് ഉണ്ടാവാറ്. അന്ന് പാറകളിൽ നിന്ന് ഉണങ്ങിയ ശവശരീരങ്ങൾ ഇവർ പുറത്തേക്കെടുത്ത് പൊടി തട്ടി വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ അതിന് ധരിപ്പിക്കും. എന്നിട്ട് ഇവരെയും കൂട്ടി ഗ്രാമത്തിലേക്ക് നടക്കും. അന്ന് അവരെ സ്വീകരിക്കാൻ ഗ്രാമത്തിൽ വലിയൊരു സ്വാഗതം തന്നെ ഒരുക്കിയിട്ടുണ്ടാകും. കുടുംബക്കാർ ഇവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഇവരോട് സംസാരിക്കുകയും ഇവരോടൊപ്പം ചേർന്ന് ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യും. ആഘോഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടുപോയി സംസ്കരിക്കും. റിമെമ്പർ, ഇത് ചെയ്യുന്നത് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ അല്ല, ഏകദേശം 1 മില്യണോളം വരുന്ന ഒരു ഗോത്ര സമൂഹമാണ്. ഒന്നാലോചിച്ചു നോക്കിയേ, മരണപ്പെട്ടവർ ഒരു ദിവസം തിരിച്ചു വന്ന് നമ്മളുടെ കൂടെ ഒരു ദിവസം മുഴുവൻ ആഘോഷിക്കുന്നതും നമുക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു ഭയമോ അല്ലെങ്കിൽ നിഗൂഢമായ ഒരു ആചാരമായോ ഒക്കെ തോന്നാം. എന്നാൽ അവരിതിനെ കാണുന്നത് മരണപ്പെട്ടവരുമായുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമായിട്ടാണ്. അവിടുത്തെ വിവിധ മതക്കാരും കാലാകാലങ്ങളായി ഈ റിച്വൽ ഫോളോ ചെയ്തു വരുന്നവരാണ്. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് പരിഗണിക്കുക.